സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹൈ സ്റ്റേക്ക് ആണ്. 2.5K തൊട്ട് അക്കൗണ്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു FX സ്റ്റോക്സ്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈബറാസിൽ ഏത് അക്കൗണ്ട് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബെസ്റ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക. 2016 തൊട്ടുള്ള ഒരു ഫേം ആണ്. ഓൾമോസ്റ്റ് 10 years ആയി. ഇവിടെ കാണാൻ വേണ്ടി പറ്റും 10 years ആനിവേഴ്സറി കാര്യങ്ങളിൽ ഇവർ ആഘോഷിച്ചുകൊണ്ടിരിക്കലാണ്. ഓക്കെ, അപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രോ ഫേം ആണ്. പേ ഔട്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാകുക. നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേ ഔട്ടിന്റെ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നുണ്ടാകുക. സ്പ്രെഡ് അടിപൊളിയാണ്, അതേപോലെ തന്നെ സ്ലിപ്പേജോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് നോക്കലാണെങ്കിലും അടിപൊളിയാണ്. ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രോ ഫേം ആണ്. FTMRന്റെ ശേഷം വന്നിട്ടുള്ള ഒരു ഫേം ആണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറെ കാലമായിട്ടുള്ള ഒരു ഫേം ആണ്. ഇവരിപ്പം CFD എന്ന് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. CFDയിൽ മാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഫ്യൂച്ചേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡേഴ്സിന്റെ എല്ലാം പേ ഔട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്ത്യൻ ട്രേഡേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു പുള്ളിയെല്ലാം ഇന്ത്യൻ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, പുള്ളിയുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഇൻസ്റ്റാഗ്രാമും മറ്റ് കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ഉള്ളത്. ഈ ഒരു 3 ടൈപ്പ് അക്കൗണ്ട്സിൽ ഹൈപ്പർ ഗ്രോത്ത്, ഹൈ സ്റ്റേക്ക്, ബൂട്ട് ക്യാമ്പ്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഏത് അക്കൗണ്ടാണ് ബെറ്റർ ആയിട്ട് ഉണ്ടാകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഹൈപ്പർ ഗ്രോത്തിൽ വരുന്ന അക്കൗണ്ട് ടൈപ്പ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ സ്കെയിലപ്പ് പ്ലാനും കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള സ്കെയിലപ്പ് പ്ലാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, 2 സ്റ്റെപ്പിലേക്കെല്ലാം വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ 5K, 10K, 20K 3 ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ഉള്ളത്. ഇപ്പോൾ 5K ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫീസ് നോക്കാം. വൺ ടൈം ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ടാകുക എത്രയാണ്? $260 ആണ് പേ ചെയ്യേണ്ടതായിട്ടുണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 10K ആണ്. 10Kയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് $450 ആയിരിക്കും വൺ ടൈം ഫീസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ടാകുക. ഓക്കെ, 20Kയിൽ വരുന്ന സമയത്ത് $850 ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടാവുക. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിന്റെ ബോണസും കാര്യങ്ങളും പാസ്സാകുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പേ ഔട്ട് എടുക്കുന്ന സമയത്ത് ഈ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റ് ഫേമുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഫീസ് കുറച്ച് അധികമാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ സർവീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ 5Kയുടെ അക്കൗണ്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ടാർഗറ്റ് ആയിട്ടുള്ളത് 10% ആണ്. ഓവറോൾ ഡ്രോ ഡൗൺ ആയിട്ടുള്ള 6% ആണ്. ഡെയിലി പൗസ് ആണുള്ളത്. ഇൻ കേസ് നമുക്ക് ആ ഒരു 3% ലോസ് വന്നു കഴിഞ്ഞാൽ പെർ ഡേ നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ബ്രീച്ച് ആയി പോകുന്നുണ്ടാവില്ല, പൗസ് ആവില്ലായിരിക്കും. നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ട്രേഡും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഉള്ളത് അപ് ടു 100% ആണ്. നമുക്കൊരു 90 to 80% എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ടൈം ലിമിറ്റ് നോക്കലാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു അക്കൗണ്ടിൽ എത്ര നാൾ വേണമെങ്കിലും ട്രേഡിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻആക്റ്റീവ് ഡേയ്സ് ഉണ്ടാവും. 30 days നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ബ്രീച്ച് ആവുന്നുണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വൺ ടൈം ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേ ചെയ്യേണ്ട എമൗണ്ട് ആണ്. ബോണസ് കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നേരെ ആ ഒരു ഹൈപ്പറിന്ന് 2 സ്റ്റെപ്പിലേക്ക് പോവാം. ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നുണ്ട് ആ 2 സ്റ്റെപ്പ് അക്കൗണ്ട് ആണ്. 2 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5Kയുടെ അക്കൗണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു ചീപ്പായിട്ട് $22 പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മിനിമം 3 പ്രോഫിറ്റബിൾ ട്രേഡിംഗ് ഡേയ്സ് ആവശ്യമായിട്ടുണ്ട്. അതായത് 3 days നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. 0.5% ആ ഒരു ക്യാപിറ്റലിന്റെ അപ്പായിട്ട് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. മാക്സിമം ഡെയിലി ലോസ് വരുന്നുണ്ടാകുക 5% ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോസ് ലെവൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ലോസ് ലെവൽ 10% ആണ് വരുന്നത്. പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് 8% ആണ്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെക്കൻഡ് ഫേസിൽ നോക്കുന്ന സമയത്ത് 5% ആയിരിക്കും ടാർഗറ്റ് വരുന്നുണ്ടാകും. ഇവിടെ നമുക്ക് മാക്സിമം ഡെയിലി ലോസും മാക്സിമം ലോസും സെയിം തന്നെ ആയിരിക്കും വരുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു 2.5Kയുടെ 10% സ്കെയിലപ്പ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ട് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. അതിന്റെ പ്ലാനും കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ 5Kയുടെ അക്കൗണ്ട് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫീസ് നോക്കാം. $39 ആണുള്ളത്. കമ്പാരിറ്റീവ്ലി മറ്റ് ഫേമുകളെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഫീസ് ഹൈക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. പക്ഷെ ആ ഒരു പ്രീമിയം ലെവലുള്ള സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാകും. ഓക്കെ, 100Kയിലേക്ക് പോകുന്ന സമയത്ത് $545 ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ പ്രോഫിറ്റ് സ്പ്ലിറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു 80% എന്നുള്ള രീതിയിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഒരു ഫണ്ട് ഫസ്റ്റ് പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതേപോലെ $40 റിവേർഡ് ആയിട്ട് നമുക്ക് ആ ഒരു അക്കൗണ്ട് പാസിലാണ് കിട്ടുന്നുണ്ടാവും. ഓക്കെ,
മാക്സിമം ലോസും പ്രോഫിറ്റ് ടാർഗറ്റ് എല്ലാം സിമിലർ തന്നെയാണ് ഈ ഒരു അക്കൗണ്ട്സിലെല്ലാം. ഇവിടെ നമുക്ക് ഏതാണ് ബെറ്റർ അക്കൗണ്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 5RSലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് അക്കൗണ്ട് ആണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ചീപ്പർ ആയിട്ടും അതേപോലെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്നുണ്ട്. ആ ഡ്രോ ഡൗൺ ലെവൽസ് നോക്കലാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതേപോലെ ഡെയിലി നോക്കലാണെങ്കിൽ അടിപൊളിയാണ്. പ്രോഫിറ്റ് ടാർഗറ്റ് ലെവൽസ് നോക്കലാണെങ്കിൽ അടിപൊളിയാണ്. 8% 5% നമുക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് ക്യാമ്പ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും കുറവായിട്ടുള്ള ഫീസും കാര്യങ്ങളായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ 20K ഉണ്ട്, 100K ഉണ്ട്, 250K ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു ഫണ്ട് പേ ചെയ്തുകൊണ്ട് കോഴ്സ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. $22 പേ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഫണ്ട് ട്രേഡർ ആകുന്ന സമയത്ത് നമുക്ക് ഒരു $50 സംതിങ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ഒരു $22 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 5,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം ടാർഗറ്റ് നമ്മൾ 6% ഉണ്ട്. അതേപോലെ മാക്സിമം ലോസ് 5% ആണ്. ഡെയിലി നമുക്ക് ആ ഒരു ലോസോ ലിമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ലിവറേജ് 1:30 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ടൈം ലിമിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ് വരുന്നുണ്ടാകുക നമുക്ക് സെക്കൻഡറി അക്കൗണ്ട് കൂടി കിട്ടുന്നുണ്ടാകുക. ഈ വാല്യൂഷൻ അക്കൗണ്ട് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാകുക. 10K അക്കൗണ്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാകുക. അവിടെ നമ്മൾ 6% ടാർഗറ്റ് അച്ചീവ് ആക്കണം. മാക്സിമം ലോസ് 5% ആയിരിക്കും ഉണ്ടാകുക. അൺലിമിറ്റഡ് ആണ് ട്രേഡിംഗ് ടൈമും കാര്യങ്ങളും ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു 5,000 ട്രേഡ് ചെയ്യണം, 10,000 ട്രേഡ് ചെയ്യണം, 50,000 ട്രേഡ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് 20,000 എയർ കോഡിലേക്ക് വരുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നമ്മൾ $50 പേ ചെയ്തിട്ടായിട്ട് വരുന്നുണ്ടാവും. സ്റ്റെപ്പ് 3 നമ്മൾ 50,000 അക്കൗണ്ട് ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, അവിടെ നമുക്ക് 6% എന്തുണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 5% നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഓവറോൾ ഡ്രോ ഡൗൺ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ മൊത്തം നോക്കലാണെന്നുണ്ടെങ്കിൽ 1,6, 26, 13, 16, 18% നമ്മൾ അപ്പ് ചെയ്യലാണെന്നുണ്ട് എങ്കിൽ നമുക്ക് ഓവറോൾ ഡ്രോ ഡൗൺ ആയിട്ട് കിട്ടുന്നുണ്ടാകുക 50% ആണ് ഡ്രോ ഡൗൺ ആയിട്ട് ഉണ്ടാകുക. ഈ ഒരു അപ്പ് ചെയ്യലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഫണ്ട് ട്രേഡർ ആകാൻ വേണ്ടി പറ്റുന്നതാണ്. 20,000 അക്കൗണ്ട് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റും അതേപോലെ മാക്സിമം ലോസ് ഇവിടെ കുറവാണ്. അതേപോലെ ഡെയിലി പൗസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ് ടു 100% ഒരു 80% 90% സ്പ്ലിറ്റും കാര്യം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടെ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും $50 ആയിട്ട്. നമുക്ക് ചെറിയൊരു ഫണ്ട് പേ ചെയ്തുകൊണ്ട് നമുക്കത് പാസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് പാസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ അത് $50 പേ ചെയ്യുക. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു $72 നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് 100Kയിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് 25K അക്കൗണ്ട് ആണ്, പിന്നെ 50K, 75,000, പിന്നെ ഫണ്ട് ട്രേഡിലേക്ക് പോകുന്ന സമയത്ത് 1 lakh അക്കൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാകുക. ഇവിടെ നമ്മൾ ആ ഒരു $205 പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫണ്ട് കൊടുത്തിട്ട് ഈ ഒരു അക്കൗണ്ട്സ് എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഫണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അവിടെ നമുക്ക് വേറൊരു ഫണ്ട് കൂടി പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഓവറോൾ നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു 100K നോർമലി 2 സ്റ്റെപ്പിൽ പൈസയിലാണെങ്കിൽ $545 സംതിങ്, ഓക്കെ, $550 ആണ് കൊടുക്കേണ്ടി വരിക. ഇവിടെ നമ്മൾ $300 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തെടുക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെറിയൊരു ഫണ്ട് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നമ്മൾ സക്സസ് ആകാണെന്നുണ്ടെങ്കിൽ ബാക്കി പേയ്മെന്റ് കൂടി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫണ്ട് ട്രേഡ് ആകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ 20K, 100K, 250K എന്ന് പറഞ്ഞിട്ടായിരിക്കും അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഫണ്ടും കാര്യങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 20K അക്കൗണ്ടും കാര്യങ്ങൾ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ പാസ് ആകാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊടുക്കേണ്ടിണ്ടാകുക ഒരു $72 ആണ്. വളരെ വേർത്തായിട്ടൊരു കാര്യമാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ഓവറായിട്ട് റിസ്കോ കാര്യങ്ങളോ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോസും അതേപോലെ പൗസും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു ഫണ്ട് ട്രേഡർ അക്കൗണ്ടിലേക്ക് വരുത്താണെങ്കിൽ ഇവിടെ 100K വരുത്താണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ടാർഗറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലൈവ് അക്കൗണ്ടിലേക്ക് പോയിട്ടാവും. അതേപോലെ മാക്സിമം ലോസ് നമുക്ക് കുറവാണ്. അതേപോലെ ഡെയിലി പൗസും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും. 3 ടൈപ്പ് അക്കൗണ്ട് ആണ് ഉള്ളത്. ഇവിടെ ഹൈപ്പർ ഗ്രോത്ത്, ഹൈ സ്റ്റേക്ക്, ബൂട്ട് ക്യാമ്പ്. ഇവിടെ ഹൈപ്പർ ഗ്രോത്തിനെക്കാട്ടി ബെസ്റ്റ് ആയിട്ടുള്ളത് ഹൈ സ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹൈ സ്റ്റേക്ക് ആണ്. 2.5K തൊട്ട് അക്കൗണ്ടും കാര്യങ്ങൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. മാക്സിമം 100K വരെ ആയിരിക്കും നമുക്ക് ആ ഒരു അക്കൗണ്ട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ 3 സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത്, ബൂട്ട് ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഓവറോൾ ഡ്രോ ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഒരു റൂൾസും കാര്യങ്ങളും പറയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് ട്രേഡിംഗ് ഒന്നും അലൗഡ് അല്ല. അതായത് ആ ഒരു 10 മിനിറ്റ് വിൻഡോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ആ ഒരു 7 മണിക്കാണ് ന്യൂസ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ്സ് ബിഫോറും ആഫ്റ്ററും നമ്മൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ അക്കൗണ്ട്സ് ബൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫൈവർ ആയാലും ഫണ്ട് വിപ്സ് ആയാലും നിങ്ങളുടേതായിട്ടുള്ള ഡെബിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ബേസിക്കായിട്ട് ഒരു അക്കൗണ്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുള്ള ഒരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
3 സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ് ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഓവറായിട്ട് ഒരു ഫണ്ട് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് റിസ്കോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കുന്ന സമയത്ത് 2 സ്റ്റെപ്പിനായി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്.